ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മീതു എഴുതിയിരിക്കുന്നതിൻ്റെ മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മീതു. ഞാൻ ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അമ്മയും ഞാനും മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ. എൻ്റെ അച്ഛൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. എന്നേക്കാൾ 2 വയസ്സിന് മൂത്തൊരു സഹോദരനുണ്ട്. പുള്ളി കേരളത്തിന് വെളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മാത്രമേ വരികയുള്ളൂ. എൻ്റെ അമ്മ ഞങ്ങൾ 2 പേരോടും വളരെ കർശനമായി പെരുമാറുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ വയ്ക്കും. വലിയ രീതിയിലുള്ള സംസാരമൊന്നുമില്ല. വഴക്കുകളും ഇടയ്ക്കിടയ്ക്ക് പറയും. അച്ഛനാണെങ്കിൽ അങ്ങനെയല്ല, വളരെ സോഫ്റ്റാണ്. അമ്മ ഭയങ്കര ക്രൂവലായിട്ടാണ് പെരുമാറുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും. എങ്കിലും അമ്മയോട് ഇഷ്ടം തന്നെ. എൻ്റെ ചേട്ടന് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ഞാനും തമ്മിലുള്ള വഴക്ക് കൂടി. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തായാലും കൂടുതൽ ഉടക്കാൻ നടക്കണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിലിരുന്ന് പഠിക്കുകയാണെന്നുള്ള ഭാവനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അമ്മ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോഴേക്കും ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കും. അങ്ങനെ വഴക്കുകൾ ഒഴിവാക്കിപ്പോയി. അല്ലെങ്കിൽ എപ്പോഴും ശബ്ദമായിരിക്കും വീട്ടിൽ. ഒരു ദിവസം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചേട്ടനുണ്ട്, വേണുചേട്ടൻ. പുള്ളിക്കൊരു 35 വയസ്സ് കാണും. പുള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പുള്ളിയെ എന്തോ കൈ കാണിക്കുന്നു. അയാൾ തിരിച്ചും എന്തൊക്കെയോ കാണിക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പെട്ടെന്ന് അങ്ങ് നിർത്തി. അങ്ങേരും പെട്ടെന്ന് അടുക്കള വശത്തുനിന്ന് അങ്ങ് കയറിപ്പോയി. എനിക്കത് കണ്ടപ്പോൾ അത്ര നന്നായി തോന്നിയില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താ അങ്ങനെ ആംഗ്യം കാണിച്ചെന്ന്. അപ്പോൾ അമ്മ പറയുക, അവന് കാപ്പിപ്പൊടിയുടെ കാര്യം പറഞ്ഞാണെന്ന്. ഞാൻ ചോദിച്ചു, കാപ്പിപ്പൊടിയോ? ആ, അവൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഇടുക്കിക്കാരനാണ്. അവിടുന്ന് ഡയറക്റ്റ് നല്ല കാപ്പിപ്പൊടി കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞിരുന്നു. എന്താടാ കൊണ്ടുവരാഞ്ഞെന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അവൻ നാളെ കൊണ്ടുവരാമെന്ന് കൈകൊണ്ട് കാണിച്ചാണെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, അങ്ങനെയാ പറഞ്ഞെന്ന് എനിക്ക് തോന്നിയില്ലെന്ന്. ഉടനെ അമ്മ പൊട്ടിത്തെറിച്ചു. നീ പിന്നെ എന്താ കണ്ടേ? അവൻ മതിൽ ചാടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നതായിട്ടാണ് കണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, മതിൽ ചാടുമോ വേലി ചാടുമോ എന്ന് ഞാനങ്ങനെ അറിയുമെന്ന്. അപ്പോഴേക്കും അമ്മ എന്നെ അടിക്കാൻ വന്നു. എടീ, തോന്നിയാസം പറയുന്നത് ഒത്തിരി കൂടുന്നുണ്ട്. നാവിന് നിനക്ക് നീളം വളരെ കൂടുതലാണ്. നിനക്ക് എന്നെപ്പോലും സംശയമാണ്. ഒരു കാര്യം ഞാൻ പറയാം, നീ ഇങ്ങനെ ആണുങ്ങളെ പുറകെ നടന്ന് അവസാനം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണി കിട്ടാതെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ആണുങ്ങളുടെ പുറകെ നടക്കുന്നതെന്ന് അമ്മ എങ്ങനെ കണ്ടു? അമ്മ അറിഞ്ഞു? അല്ല, നീ നടക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇപ്പം സാധാരണ കാര്യത്തിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്. അമ്മേ, നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടപ്പോൾ കാപ്പിപ്പൊടി കൊണ്ടുവരാം എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മതിലിൻ്റെയും വേലിയുടെയും കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തണ്ട. അമ്മയുടെ സ്വഭാവമല്ല എനിക്ക്. ഞാനൊരാണിൻ്റെ പുറകെ നടക്കുന്നില്ല, എൻ്റെ പുറകെ ഒരാണും നടക്കുന്നില്ലെന്ന്. അപ്പോഴേക്കും അമ്മ നെഞ്ചു തിരിക്കാൻ തുടങ്ങി. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഞാനും അവനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ്. ഞങ്ങളിവിടുന്ന് രഹസ്യമായിട്ട് ആംഗ്യങ്ങൾ കാണിക്കുന്നുവെന്നാണ്. എടീ, നിന്നെ വളർത്തിയതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. എടീ, വേണുവിൻ്റെ സ്വഭാവം എത്ര നല്ലതാണെന്ന് എനിക്കറിയാമോ? അവനെപ്പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഇവിടെ ഇല്ല. ഞങ്ങൾ ആംഗ്യം കാണിച്ചത് വേറൊന്നിനുമല്ല എന്ന് പറഞ്ഞ് അമ്മ ന്യായീകരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഓവറായിട്ട് ന്യായീകരിച്ചു കഴിഞ്ഞാൽ അതിലെന്തോ കാര്യമുണ്ടെന്നാണ് അർത്ഥമെന്ന്. അപ്പോൾ അമ്മ പിന്നെയും ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അങ്ങനെ അത്ര നല്ലവരാണെങ്കിൽ അവരുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ആ വീട്ടിൽ പോകുന്നത് വിലക്കുന്നത് എന്തിനാണ്? അവിടെ പോകണ്ട എന്ന് അമ്മ പറയാറുണ്ടല്ലോ. അതങ്ങനല്ല. അയൽ വീടുകളിൽ അധികം പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ പോകാൻ പാടില്ല. അതെന്താ, അവിടെ പോയി കഴിഞ്ഞാൽ മാനം ഇടിഞ്ഞ് വീഴോ എന്ന് ചോദിച്ചു. അതല്ലടി, അവന് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടല്ല, പൊതുവെ അയൽ വീടുകളിൽ പോകണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിനക്കത്ര നിർബന്ധമാണെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് പോയി കുഞ്ഞിനെ കണ്ടോ എന്ന് പറഞ്ഞു. വേണുവേട്ടൻ നല്ലവനാണെന്ന് അമ്മ സർട്ടിഫിക്കറ്റ് തന്നല്ലോ. അപ്പോൾ ഇനി ആ വീട്ടിൽ പോകുന്നതിൽ എന്നെ നിയന്ത്രിക്കരുത്. നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ പിന്നെ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല. പെണ്ണിൻ്റെ ഓരോരോ അഹങ്കാരങ്ങൾ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ല. ഈ വേണുവേട്ടൻ കാണാൻ അസാധാരണമായ സൗന്ദര്യമുള്ള ഒരാളാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള പല പെണ്ണുങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. പുള്ളിക്കാരൻ ഷർട്ടിടാതെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അത് കാണാൻ വേണ്ടി പല പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അതൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. എനിക്കും പലപ്പോഴും അദ്ദേഹം ഷർട്ടിടാതെ നിൽക്കുമ്പോൾ ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ കിട്ടിയ ആ ചേച്ചി ഭാഗ്യവതിയാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അമ്മ അങ്ങനെ അവരുടെ വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം പോയിട്ടില്ല. മതിലിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുകയാണ് പതിവ്. ചേച്ചി ഞാനും തമ്മിൽ നല്ല കൂട്ട് തന്നെയാണ്. പക്ഷേ ഒന്നിച്ചങ്ങനെ പോകാറില്ല. അവിടെ നിന്ന് സംസാരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അവർക്ക് കുട്ടികളുണ്ടാകാതിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്താണ് കുട്ടി ഉണ്ടായത്. 1.25 വയസ്സേ ഉള്ളൂ. ഒരാൺകുട്ടിയാണ്. ഇപ്പോൾ 6 മാസമായി ആ കുട്ടിയോടെ കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ 3 വട്ടം കാണാൻ പോയി. എല്ലാ ദിവസവും കുഞ്ഞിനെ കാണാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാഡം. കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞാണെങ്കിൽ നല്ല സുന്ദരം കുഞ്ഞാണ്. കൊച്ചുകുട്ടനെ എടുത്ത് കയ്യിൽ വെച്ച് തലോടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനെ ആട്ടി ഉറക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അമ്മ
വിടില്ല. ഇപ്പം എന്തായാലും അനുമതി കിട്ടി, അതുകൊണ്ട് എല്ലാ ദിവസവും കുഞ്ഞിനെ പോയി കാണുമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അവിടെ ചെല്ലാൻ തുടങ്ങി. ചേച്ചിനോട് ചോദിച്ചു, എന്താടി നിൻ്റെ അമ്മ സമ്മതിച്ചോ ഇങ്ങോട്ട് വരാൻ? ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് എങ്ങനെ അറിയാം? നിൻ്റെ അമ്മ അവിടെ നിന്ന് പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. നീ വഴിതെറ്റി പോകാതിരിക്കാൻ നിൻ്റെ അമ്മ 24 മണിക്കൂറും നിൻ്റെ നേരെ CCTV ക്യാമറ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്താടി എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ എന്നും കാണാൻ പോകണമെന്ന്. കുഞ്ഞിനെ കാണാനല്ലേ, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും 1.5 മണിക്കൂറോടെ പോയിരിക്കും. കൊച്ചൂട്ടനെ എടുത്ത് ഞാൻ തലോടും. അവനെ എല്ലാവരും കൊച്ചൂട്ടാന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എന്തായാലും ചേച്ചിയും ഞാനും തമ്മിൽ ഒത്തിരി സംഭാഷണങ്ങളുണ്ടായി. അതിനിടയ്ക്ക് ചേട്ടൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചേച്ചി തന്നെ പറഞ്ഞു, വേണുവേട്ടനെ കാണുമ്പോൾ മറ്റു പെണ്ണുങ്ങൾക്ക് അസൂയാണ്. ഇത്രയും സൗന്ദര്യമുള്ള ഭർത്താവിനെ നിനക്ക് കിട്ടിയല്ലോ എന്ന് എൻ്റെ കൂട്ടുകാരികൾ പോലും പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ചേട്ടൻ ഷർട്ടിടാതെ അവിടെ നിൽക്കുമ്പോഴേക്കും മറ്റേ ചേച്ചിമാരൊക്കെ വന്ന് നോക്കി നിൽക്കാറുണ്ടെന്നോ? ഉള്ളതാണോ മോളെ? ഞാൻ ആദ്യമായിട്ട് അറിയുക. നിന്നോട് ഇതാരാ പറഞ്ഞ്? അല്ല, ഞാൻ അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിൻ്റെ അമ്മയെ നോക്കി നിൽക്കുമോ? ഞാൻ പറഞ്ഞു, അമ്മ നോക്കിയൊന്നും നിൽക്കാറില്ല, പക്ഷേ അമ്മയും മറ്റ് പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എനിക്കൊരു കാര്യം ഞാൻ പറയാം, നിൻ്റെ അമ്മ ഉൾപ്പെടെ മറ്റു പെണ്ണുങ്ങളെല്ലാം നോക്കി നിൽക്കും. എല്ലാവർക്കും അസൂയാണ്. ഞാൻ എപ്പോഴും പറയും, ഷർട്ടിടാതെയും പിന്നെ മുണ്ട് മടക്കി കുത്തിയൊന്നും പുറത്തേക്ക് ഇറങ്ങരുത്, പാനിട്ടുകൊണ്ട് മാത്രമേ ഇറങ്ങാവൂന്ന്. പുള്ളിയുടെ ശരീരസൗന്ദര്യമില്ലേ മോളെ, ശരിക്കും പെണ്ണുങ്ങളെ കണ്ടങ്ങ് ആകർഷിക്കും. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴില്ലേ പുള്ളിയുടെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് വീണുപോയി. നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി ദുസ്വഭാവങ്ങളും മുൻകോപങ്ങളും ഒക്കെ ഉള്ള മനുഷ്യനാണ്, പക്ഷേ സൗന്ദര്യം കൊണ്ട് ഞാനങ്ങ് മതി മറന്നു പോകുമടി എന്ന് പറഞ്ഞു. അല്ല ചേച്ചി, സൗന്ദര്യം കൂടുതലുള്ളവർക്ക് പല പ്രശ്നങ്ങളുമില്ലേ? എന്ത് പ്രശ്നം? ഇതെന്നെ പ്രശ്നം. മറ്റുള്ളവർ അവരെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ ചാടാനുള്ളൊരു വ്യഗ്രത അവർക്ക് കാണില്ലേ? ഇപ്പോൾ വേണോട്ടിന് എവിടെയെങ്കിലും പോകുമ്പോഴേക്കും ഒത്തിരി പെണ്ണുങ്ങൾ അടുത്ത് കൂടും, താല്പര്യത്തോടെ സംസാരിക്കും. അപ്പോൾ അത് പ്രശ്നമാകില്ലേ? എന്ത് പ്രശ്നം? അല്ല, അവരുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണോട്ടിനുണ്ടായാലോ? ഉണ്ടാകുവാണെങ്കിൽ അങ്ങോട്ട് ഉണ്ടാകട്ടെ, എനിക്കൊന്നും പ്രശ്നമില്ല. ഈ വീട്ടിൽ വരുമ്പോൾ പുള്ളി നന്നായിട്ടിരിക്കണം. ഞാനായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എടുത്ത് ഞാൻ കടലിൽ കളയെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വഭാവം പുള്ളിക്കറിയാം. അത്രേ ഉള്ളൂ. രഹസ്യമായിട്ട് എല്ലാവർക്കും പല മോഹങ്ങളും കാണും. മനുഷ്യർ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. നിനക്കും കാണും കുറേ രഹസ്യങ്ങൾ, നീ അതാരോടും പറയില്ല. എനിക്കും കാണും, അതേപോലെ എൻ്റെ ഭർത്താവിനും കാണും, നിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കാണും. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സമാനം കാണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ രഹസ്യം നമ്മളങ്ങ് സൂക്ഷിക്കുക. അവരുടെ രഹസ്യത്തിൻ്റെ പുറകെ നമ്മൾ പോകാതിരിക്കുക. പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും സംശയം കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ പ്രതികരിക്കുക. അല്ലാതെ കുത്തിയിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ സംശയിക്കാൻ പോയി കഴിഞ്ഞാലേ അത് വലിയ പ്രശ്നമായി തീരും. അതെനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ 2-3 കൂട്ടുകാരികൾക്ക് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു. ഭർത്താവിന് ഭയങ്കര പോസസീവ്നെസ്, അവസാനം പിരിയേണ്ടി വന്നു. ഞാൻ അങ്ങനെയില്ല. പുള്ളിക്ക് ഇനി അഥവാ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലും ഞാൻ അറിയാതിരുന്നാൽ മതി. നിനക്കൊരു കാര്യം അറിയാമോ? സത്യം പറഞ്ഞാൽ പുള്ളി ഒരു പാവമാണ്. അങ്ങനെ ഭയങ്കര കൺട്രോളില്ലാത്ത മനുഷ്യരൊന്നുമല്ല. സ്നേഹമുണ്ടെങ്കിൽ നല്ല സ്നേഹമാണ്. കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ഇതുവരെയും ഞാൻ ഒന്നിനും സമ്മതിച്ചിട്ടില്ലടി. ചേച്ചി എന്താ പറഞ്ഞത്? ഇത്രയും കാലമായില്ലേ, എന്താണെന്ന് അറിയില്ലടി. എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു താല്പര്യമില്ല. ചേച്ചിയല്ലേ പറഞ്ഞ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ആ ഇഷ്ടം വേറെ, പക്ഷേ ഈ ഒരു കാര്യത്തിന് ഞാൻ അങ്ങോട്ട് തയ്യാറായിട്ടില്ല. എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പക്ഷേ ഒരു പരിഭവമില്ലാതെ സാധാരണ പോലെ പെരുമാറി എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഒരു കാര്യം പറയാം, ചേച്ചിയേക്കാൾ ഒത്തിരി ഇളയതാണെങ്കിലും ഇങ്ങനെ ഭർത്താവിനെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് അവസാനം പ്രശ്നമുണ്ടാകും. ഇവിടെ തന്നെ പല പെണ്ണുങ്ങളും വേണൂട്ടിനെ നോട്ടമിട്ടിട്ടുണ്ട്. അവസാനം അവരാരെങ്കിലും കൊത്തിക്കൊണ്ട് പോകും. പിന്നെ ചേച്ചി കിടന്ന് അയ്യോ എൻ്റെ ഭർത്താവ് പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന്. ആരാടി? ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് ചേട്ടൻ അടുപ്പമുണ്ടോ? എനിക്ക് തോന്നുന്നു നീ വ്യക്തമായിട്ട് എന്തോ കണ്ടിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരിക്കലും പറയില്ല. ആരുമായിട്ടാടി ബന്ധം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, സത്യം പറ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് അടുപ്പങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യമില്ലേ മാഡം, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല, വിടുവായല്ലേ അങ്ങ് പറഞ്ഞു. ഒരു ദിവസം ഞാൻ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും വേണുവേട്ടനും തമ്മിൽ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നത് കണ്ടു ചേച്ചി. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് ഭയങ്കര ചൂടായി. അതുകൊണ്ടാണ് എനിക്കിവിടെ വരാനുള്ള അവസരം കിട്ടിയത്. പിന്നെ വേണുവേട്ടൻ നല്ലവനാണെന്ന് എന്നോട് പറയുകയും ചെയ്തു. നേരത്തെ ഇങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞിരുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു, എന്താ നോക്കുന്നത്? ഒന്നുമില്ല. അത് ചിലപ്പോൾ അമ്മ പറഞ്ഞത് കറക്റ്റായിരിക്കാം, അവർ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞായിരിക്കാം. ചില കുടുക്കൽ വാങ്ങലുകൾ അവർ തമ്മിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് കുടുക്കൽ വാങ്ങലുകൾ? എടി നിനക്കറിയാമല്ലോ ഈ വീട് വെച്ച വകയിൽ ലോണൊക്കെ ഉണ്ടെന്ന്.
പുള്ളി സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും സാലറിയൊക്കെ കിട്ടുന്നത് കണക്കാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴേക്കും നിൻ്റെ അമ്മയാണ് സഹായിക്കുന്നത്. പിന്നെ എനിക്ക് പ്രസവത്തിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നല്ലോ, കൂടുതൽ നാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ആ സമയത്ത് 1,00,000 രൂപ തന്ന് സഹായിച്ചത് നിൻ്റെ അമ്മയല്ലേ? അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ചേച്ചി? ശരിക്കും അമ്മ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പണത്തിൻ്റെ കാര്യങ്ങളൊന്നും അമ്മ ഒരിക്കലും പറയാറില്ല. എടി, അത് മുതിർന്നവർ തമ്മിലുള്ള ഇടപാടല്ലേ, നിന്നോട് പറയേണ്ട കാര്യമില്ലോ. എന്നാലും അമ്മ അത്രയൊക്കെ പൈസ ആർക്കെങ്കിലും കൊടുക്കുമോ? അമ്മയുടെ വീട്ടുകാർ ചോദിച്ചപ്പോലും അമ്മ കൊടുക്കാറില്ല. ഷോ, ഇതൊരു വല്ലാത്ത ബന്ധം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി മനോഗതം പോലെ പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛന് വരുത്തി വെച്ച കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടേ? അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? അല്ല, പൈസയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കിയപ്പോൾ ചേച്ചി ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ചേച്ചി, എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് വേണോണ്ട് ഈ പൈസ അമ്മ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും വലിയ സൗഹൃദം അവർ തമ്മിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. മോളെ, നീ അമ്മയോട് ചോദിക്കില്ലേ? ഇല്ല, ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും എനിക്കെന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ കൈ രണ്ടും കൂടി എടുത്ത് കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുത്തിയാണെന്ന് എനിക്കറിയാം. പ്ലീസ് ദയവേത് നീ പ്രോബ്ലംസ് ഉണ്ടാക്കരുതെന്ന്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി യഥാർത്ഥ പ്രോബ്ലംസ്? ഞാൻ അറിയാത്ത എന്തോ കാര്യമില്ലേ? ചേച്ചി പറഞ്ഞു, ഞാനത് രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. അമ്മയുടെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ചാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി ഗർഭിണിയായപ്പോൾ മുതൽ ചേച്ചിയുടെ വീട്ടിലായിരുന്നു റെസ്റ്റും മറ്റും. ഇവിടെ ആരുമില്ലല്ലോ. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ചേട്ടൻ വീട് വിട്ടും പോയത്. അമ്മ പകൽ സമയത്തൊക്കെ പലപ്പോഴും വരുന്ന വേണുവേട്ടനുമായിട്ട് അടുത്തെന്നോ വേണുവേട്ടൻ ഈ വീട്ടിൽ വന്ന് അമ്മയുമായി നല്ല സംസർഗമുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു? ചേച്ചിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലേ? മോളെ, ഞാൻ ഇടയ്ക്ക് വന്നവിടെ താമസിച്ചപ്പോഴാണ് ഇവർ തമ്മിലുള്ള ആംഗ്യഭാഷ ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ കൈയോടെ പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ട്, നിൻ്റെ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാണ്, നമുക്ക് പ്രസവത്തിന് ചിലവൊക്കെ വേണം. എടി, ഞാനങ്ങ് പോയതിൽ പിന്നെ വേണുവേട്ടൻ മതിലിൻ്റെ അവിടെ നിന്ന് നിൻ്റെ അമ്മയോട് കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും ഇനി ലോൺ എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണ് ആദ്യം അങ്ങോട്ട് കയറി വേണുവേട്ടനോട് പറഞ്ഞത്. പുള്ളിക്കാരി ഇപ്പോൾ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആണെന്നും നിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു കഴിവുമില്ലെന്നും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, പിന്നെ പണം തരുന്ന മനുഷ്യനായതുകൊണ്ട് മാനേജ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അങ്ങനെ അവസാനം നിൻ്റെ അമ്മയാണ് പറഞ്ഞത്, ഇപ്പോൾ മകനും അവിടെ ഇല്ല, അവൾ മാത്രമേ ഉള്ളൂ, അവൾ എൻ്റെ മുറിലേക്ക് വരികയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യില്ല. നീ മതിൽ ചാടിങ്ങി വാ, നിൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റിത്തരാം, പണമൊന്നും ഒരു പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പല സമയത്തായിട്ട് പണം കൊടുത്ത് എൻ്റെ വേണുവേട്ടനെ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഒന്ന് പോ ചേച്ചി, അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കൊന്നു വേണുവേട്ടൻ അങ്ങോട്ട് എന്നാണെന്ന്. അല്ലടി, വേണുവേട്ടനോട് സത്യം ചെയ്ത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിച്ചത്, ക്ഷമിച്ചത്. പിന്നെ ഞാനും കണ്ടിട്ടുണ്ട് നിൻ്റെ അമ്മ അവിടെ നിന്ന് പല കൈയും കലാശവും ഇന്ന് വൈകിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ തന്നെ എൻ്റെ ഭർത്താവിനെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വിട്ടിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്തൊരു വിഡ്ഢിയാണ്. എടി, പണത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇദ്ദേഹവും നേരത്തെ ഒത്തിരി പിഴകൾ ചെയ്തിട്ടുണ്ട് പണത്തിൽ. അങ്ങനെ പുള്ളിക്കാരനിപ്പോൾ നിൽക്കളിയാ നിൽക്കുകയാണ്. ജോലി ഉണ്ടെന്നുള്ളൊരു പേരേ ഉള്ളടി. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ കൂട്ടുനിന്നു മോളെ. ആ ഒരു കുറ്റബോധം കൊണ്ട് പുള്ളി എനിക്ക് അടുപ്പിക്കാൻ തോന്നുന്നില്ല. പുള്ളി അടുത്ത് വരുമ്പോൾ എനിക്കത് ശരിയാകുന്നില്ല. പുള്ളിക്ക് പക്ഷേ ഇപ്പോൾ പ്രശ്നമില്ല, കാര്യം പണം കിട്ടുന്നുണ്ട്, എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. നിൻ്റെ അമ്മയുണ്ടല്ലോ, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കാണിക്കിടാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു കോവിലിൽ വരണ്ടേ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും എൻ്റെ സംശയം കണ്ടുപിടിച്ചത് ഒക്കെ ശരിയാണല്ലോ എന്ന് ഓർത്തു. ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. എന്താ, എൻ്റെ അമ്മയും ചേട്ടനും കൂടെ തമ്മിൽ പ്രേമം പോലെ വല്ലതുകൊണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഞങ്ങളെ ഇട്ടിട്ട് അമ്മ ഒളിച്ചോടി പോവോ? അപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ ചുമലടിച്ചു. ഇടി, വിഡ്ഢിത്തം പറയാതെ, അതൊന്നുമല്ല, സൗന്ദര്യം കൊണ്ട് ഉയരാമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? എടി, പുള്ളിക്കിപ്പോൾ മറ്റു ബന്ധങ്ങളുമുണ്ട്,
പല പെണ്ണുങ്ങളുമായിട്ടും പല ബന്ധങ്ങൾ, എല്ലാം ക്യാഷിന് വേണ്ടിയിട്ടാണ്. ക്യാഷ് റെഡിയാക്കി കഴിഞ്ഞാൽ പുള്ളി ആർക്ക് വേണ്ടിയിട്ടും ഭംഗിയായി എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും സഹായം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടനിപ്പോൾ എക്സ്ട്രാ പണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ? ആണ് മോളെ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഭാര്യയെ ഞാൻ കൂട്ടു നിൽക്കുകയാണോന്നും എനിക്കറിയില്ല. കൂട്ടു നിൽക്കുകയാണ്, പക്ഷേ പണമുണ്ടാക്കാൻ ഇത് തന്നെ വഴി. അതിന് പകരം ഞാൻ ഇറങ്ങിപ്പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോടും താല്പര്യമില്ല, എൻ്റെ ഭർത്താവിനോടും താല്പര്യമില്ല, എനിക്കിപ്പോൾ ഈ വിഷയത്തിലെ താല്പര്യമില്ല. ശരിയാ ചേച്ചി, പെണ്ണുങ്ങൾ പോകുമ്പോഴല്ലേ ഇതിനൊക്കെ ഡിമാൻഡ് മാർക്കറ്റൊക്കെ ഉള്ളത്. എടി, പക്ഷേ സൗന്ദര്യമുള്ളൊരാണ് വിചാരിച്ചാലും പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പണം കിട്ടുന്നുള്ളത് എനിക്ക് തെളിവായി. എന്നെക്കൊണ്ട് അത് പറ്റില്ല. കാര്യം എനിക്ക് പ്രതികാരമില്ല. പണ്ടേ കടവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല സന്തോഷക്കുറവുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഒന്ന് മാറിയതാണ്. പിന്നീട് പുള്ളിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അത് കൂടി. അതുമാത്രമല്ല, കുട്ടികളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം ഒന്ന് തീർന്ന് ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ പുള്ളി ഇങ്ങനൊരു വഴി കണ്ടുപിടിച്ചു. എന്നെ എന്തായാലും ഉപേക്ഷിക്കാനും പോകുന്നില്ല. ഞാനെല്ലാം സമ്മതിച്ചു കൊടുക്കണം മോളെ. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പുള്ളി പോയി സമ്പാദിക്കട്ടെ, കടമൊക്കെ വീട്ടട്ടെ, എല്ലാം ക്ലിയർ ആകട്ടെ. അപ്പോൾ ചേച്ചി ഉദ്ദേശിക്കുന്നത് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞ് പുള്ളി വരുമ്പോൾ പുള്ളിയെ സ്വീകരിക്കാവുന്നതാണോ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, പണത്തിൻ്റെ പ്രശ്നമല്ലേ, അതങ്ങ് നടന്നു പോകും. അതാണ് എൻ്റെ തലവേദന. ഇപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അല്ലാതെ സുന്ദരനായ എൻ്റെ ഭർത്താവിനെ ആര് പകത്തെടുത്തു എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യം ചേച്ചി കഥ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. എടീ, അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീയും പറയാൻ പാടില്ല. പക്ഷേ നീ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു വന്ന് സംശയങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഇത് കണ്ടുപിടിക്കുന്ന എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പേടിച്ച് പറഞ്ഞതാണ്. നിൻ്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ സഹോദരനോട് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാകും. നിൻ്റെ അമ്മയ്ക്കും നിനക്കും ഒന്നും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. ഞങ്ങൾക്കും. നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം കുളമാക്കുന്നത്? എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ വേണുവേട്ടനോട് അടുത്ത് പറഞ്ഞാലും ചേച്ചിക്കൊന്നുമില്ലേ? പിന്നെ നീ എടുത്ത എനിക്കെന്താ? ഒന്നുമില്ല. നീ എടുത്താ നിനക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. എനിക്കെന്താ? അങ്ങനെ ഞാൻ കണ്ട് കൊതി തീർന്നതാണ്. സത്യം പറഞ്ഞാൽ എത്ര കാലം കുട്ടികളില്ലാതിരുന്നു, ഇപ്പം കുട്ടികളും ഉണ്ടായി. ഇനിയിപ്പോൾ എനിക്ക് താല്പര്യമില്ലെന്ന് തന്നെ വെച്ചോളൂ. പിന്നെ മോളെ, നിൻ്റെ അമ്മയെന്നല്ല, നിനക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ചേച്ചി കണ്ണടയ്ക്കെന്ന് പറഞ്ഞു. എന്താ ചേച്ചി പറഞ്ഞത്? അതെടി, എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായി. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമൊന്നുമില്ലോന്ന്. അപ്പോൾ ചേച്ചി എൻ്റെ മൂക്കിൽ പിടിച്ചിട്ട്, അമ്പടി കള്ളി, നിനക്കപ്പോൾ താല്പര്യമുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യേ, നിൻ്റെ അമ്മ ഇഷ്ടംപോലെ പണം കൊടുക്കുന്നുണ്ടല്ലോ, ആ അക്കൗണ്ടിൽ നീ അങ്ങ് വര വെച്ചോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞത് യഥാർത്ഥമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഉണ്ടോ എന്ന് പറഞ്ഞു. എടി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിനക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ ചേട്ടനോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബോ ചേച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന്. പക്ഷേ വിദ്യാഭ്യാസം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ആഹാ, ഇവള് പറഞ്ഞത് ശരിയാണോ മോളെ? നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയേട്ടാ, വെറുതെ പറഞ്ഞതാണെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഭയങ്കര അഡ്ജസ്റ്റബിളാണ്, നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ. മോളെ, എനിക്ക് മോളെ ഒത്തിരി ഇഷ്ടമാണ്. മോൾക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പരിക്കും കൂടാതെ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ, എല്ലാം സീക്രട്ടായിട്ട് മോൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല. അത്രയ്ക്ക് ശ്രദ്ധിച്ച് നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലേക്ക് കടന്നാലോ എന്ന് ചോദിച്ചു. അങ്ങനെ 3-4 വട്ടം പുള്ളി എൻ്റെ അടുത്ത് വന്നു. എനിക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടക്കേടുമുണ്ട്. അമ്മയുടെ ഒരു കാമുകനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇഷ്ടക്കേടുണ്ട്. പക്ഷേ സൗന്ദര്യം കാണുമ്പോൾ പിടിയും വിട്ടുപോകുന്നു. ഒരു ദിവസം ചേച്ചി കുഞ്ഞുകുട്ടനെ എൻ്റെ അടുത്ത് തന്നിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ വന്ന് എൻ്റെ അടുത്തിരുന്നു. ഞാനിപ്പോൾ കുഞ്ഞുട്ടനെ കട്ടിലിൽ കിടത്തി തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ചേട്ടൻ ചെവിയിൽ വന്ന് ചോദിച്ചു, ഈ ഒരു കുഞ്ഞുട്ടനെ മാത്രം തലോടിക്കൊണ്ടിരുന്നാൽ മതിയോ മോളെ? മറ്റു കുഞ്ഞുട്ടന്മാരെ നിനക്ക് കാണണ്ടേന്ന്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇത്തിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള ആരാധനയും ഇളക്കവും ഉള്ളതുകൊണ്ട് മാഡം, എനിക്കെന്തോ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കൊക്കെ കൂട്ടു നിൽക്കാനാണ് തോന്നിയത്. അദ്ദേഹം എൻ്റെ മേൽ സ്നേഹം പായിച്ചപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടമായി. അന്ന് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു, പ്രാരംഭഘട്ടങ്ങൾ മാത്രം. പിന്നീട് ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എനിക്ക് സപ്പോർട്ട് ചെയ്തു, ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 വട്ടം ചേട്ടൻ ഞാനും കൂടി അരമണിക്കൂറെങ്കിൽ അല്ലെങ്കിൽ
അതിൽ കൂടുതലാണെങ്കിലും അമ്മയൊക്കെ വിളിക്കുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരുടെ ലോകമായിരിക്കും. അമ്മ വിളിച്ചാൽ ചിലപ്പോൾ ചേച്ചി കുഞ്ഞുട്ടിനെ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മാനേജ് ചെയ്യാറുണ്ട് മാഡം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം സൂപ്പറായിട്ട് പോകുന്നു. അമ്മയുടെ അടുത്തുനിന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ട് വേണുവേട്ടനും ബന്ധം തുടരുന്നുണ്ട് മാഡം. അങ്ങനെ വല്ലാത്തൊരു വൃത്തത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. തൽക്കാലം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ ഓർക്കുകയാണ്, ശരിക്കും എത്രയോ നാളുകളായി സ്നേഹിച്ച പുരുഷനല്ലെങ്കിലും അട്രാക്ഷനുള്ള ഒരു പുരുഷൻ എനിക്ക് കിട്ടി. എന്നാലും എൻ്റെ ശരീരത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട് മാഡം. പലപ്പോഴും ഞാൻ ഓർക്കും കല്യാണമൊക്കെ കഴിക്കാറാകുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് തിരിച്ചറിയുമോ എന്ന്. എന്തോ എനിക്കൊന്നിനും ഒരു ഉത്തരമില്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. സൗന്ദര്യമുള്ളൊരു പുരുഷന് വേണ്ടിയിട്ട് എത്ര പേരാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചേച്ചിയും വളരെ സ്മൂത്തായിട്ടാണ് ഭർത്താവിനെ മാനേജ് ചെയ്യുന്നത്. അവർക്കെങ്ങനെയാണ് മാനസികാവസ്ഥ വന്നതെന്ന് ഞാൻ ഓർക്കും. എനിക്കും വിചിത്രമായ അവസ്ഥയാണ്, എൻ്റെ അമ്മയ്ക്കും. ഇത് ശരിയല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഹാപ്പി മൂഡിൽ പോവുകയാണ് മാഡം. ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അമ്മ കാണിച്ച തെറ്റിനെ നിങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങളും ആ തെറ്റിലേക്ക് പോയത് ഈ ചെറുപ്രായത്തിൽ ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ ആളുകൾ ചാടി വീഴും. സൗന്ദര്യപ്പാണ് ഇത് പലപ്പോഴും മനുഷ്യരെ അന്ധരാക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇതിലേക്ക് വീണൊരവസ്ഥയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് അയാളുടെ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ലാതായി മാറി. ഭർത്താവിനുള്ള പൊസസീവ്നെസ്സും പോയി. നിങ്ങളുടെ അമ്മയെന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ അമ്മയുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പോകുന്നു, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ത്രില്ലിന് വേണ്ടി പോകുന്നു. ഇതിനൊക്കെ ഭാവിയിൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന് നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ അത് കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഇപ്പം എത്രയോ പേരുമായിട്ട് ബന്ധമുള്ള അയാളാണ്. അപ്പം അയാളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വന്തം ഭർത്താവ് മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാറ്റങ്ങൾ അറിയട്ടെ എന്ന് വിചാരിക്കുക, അതല്ലേ പറ്റുകയുള്ളൂ. ഇതിനകത്തൊക്കെ വന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നതിൻ്റെ ബാക്കി എന്ന് വിചാരിക്കാനേ പറ്റുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് തിരുത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ തിരുത്തണം ഇപ്പം തന്നെ. നിങ്ങൾ മാറുക. നിങ്ങളുടെ അമ്മ മാറിയില്ലെങ്കിലും ആ ചേച്ചി മാറില്ലോ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്വയം തീരുമാനം എടുത്ത് മാറാമല്ലോ, അതെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാമല്ലോ. ഇപ്പം എന്താ ചെയ്യുക? അതല്ലേ സാധാരണ നമ്മൾ ഒരു കാര്യത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനം.